ശ്രീ KVS ഹരിദാസ്, ബംഗാളിലും ത്രിപുരയിലും എന്താണോ കണ്ടത് അത് തന്നെ CPM കേരളത്തിൽ ആവർത്തിക്കുകയാണ്. പാർട്ടി ബഹുജനങ്ങളുടെ എന്നതിന് പകരം തൻ്റെ പോക്കറ്റിൽ ഒതുങ്ങുന്നവരെ മാത്രം താക്കോൽ സ്ഥാനങ്ങളിലേക്ക് വെച്ച്, നിർണായക സ്ഥാനങ്ങളിലേക്ക് വെച്ച് സ്ഥാനാർത്ഥിത്വം നൽകി അങ്ങനെ പോഷിപ്പിച്ചെടുക്കുകയാണ്. ഒരു വ്യക്തിക്ക് കീഴിൽ മാത്രം, മുഖ്യമന്ത്രി പിണറായി വിജയന് കീഴിൽ മാത്രം പാർട്ടി വളർന്നാൽ മതി എന്നുള്ള ഒരു സങ്കുചിതമായ കാഴ്ചപ്പാടിലേക്ക് വന്ന് ഈ പാർട്ടി നശിപ്പിക്കുന്ന അവസ്ഥയിൽ എത്തിയെന്നാണ് പാണ്ഡ്യാല ഷാജി ചൂണ്ടിക്കാട്ടുന്നത്. ശ്രീ KVS, അല്ല, ഇന്ന് ലോകത്ത് കമ്മ്യൂണിസം ബാക്കിയുള്ള ഒരു സംസ്ഥാനം, അല്ലെങ്കിൽ ഇന്ന് ലോകത്ത് കേൾക്കാം. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. കേൾക്കാം. ഇന്ന് ലോകത്ത് കമ്മ്യൂണിസം ബാക്കിയുണ്ടെന്ന് പറയുന്നത്, കമ്മ്യൂണിസ്റ്റുകാർ പോലും പറയുന്നത് അത് കേരളത്തിലാണ്. പിണറായിയുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം എന്താണെന്നുള്ളത് കേരളീയർക്കറിയാം, പറഞ്ഞു പഠിപ്പിക്കേണ്ടതില്ല. അവർ കമ്മ്യൂണിസത്തിനെ പണ്ടേ ബലി കഴിച്ചു കഴിഞ്ഞു, കുഴിച്ചു മൂടിക്കഴിഞ്ഞു. ലോകത്ത് പിന്നെ കമ്മ്യൂണിസം വേണ്ടെന്ന് പറയുന്നത് ക്യൂബയിലായിരുന്നു. കഴിഞ്ഞ ദിവസം ക്യൂബയിൽ നടന്നത് നമ്മളൊക്കെ കണ്ടില്ലേ? അതെ, ജനങ്ങൾ തെരുവിൽ ഇറങ്ങി ദിവസങ്ങളോളം വൈദ്യുതിയില്ല, വെള്ളമില്ല, പെട്രോൾ കിട്ടാനില്ല, ഡീസൽ കിട്ടാനില്ല. അവസാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസുകൾക്ക് ജനങ്ങൾ ചെന്ന് തീയിടുന്ന ചിത്രം നമ്മൾ ലോകം മുഴുവൻ കണ്ടതാ. ഈ നിലയിലാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. ജനങ്ങളെ പൊറുതി മുട്ടിച്ച് സഖികെട്ടിട്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ ഓരോരുത്തരും തേടി പിടിച്ച് തീ കൊളുത്തുന്ന അവസ്ഥയിലേക്ക് ലോകത്ത് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ഇതിനു മുമ്പ് ത്രിപുരയിലും ബംഗാളിലും നമ്മളത് കണ്ടില്ലേ? ബംഗാളിലെ CPMൻ്റെ ഓഫീസുകൾ BJPക്ക് കൈമാറി. അവിടുത്തെ സഖാക്കന്മാർ കൂട്ടത്തോടെ BJPയിലേക്ക് വന്നു. CPMൻ്റെ ഓഫീസ് അവർ ബോർഡ് വൈറ്റ് വാഷ് ചെയ്ത് കളറ് മാറ്റി BJPയുടെ കൊടി അടിച്ചു, അവിടെ താമര വരച്ചു അതിൻ്റെ മുകളിൽ. അവസാനം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലൊക്കെ അവരൊക്കെ BJPയോടൊപ്പം നിന്നിട്ടാണ് മത്സരിച്ച്. ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ബംഗാളിലെ ചിത്രം കാണാൻ പോവാ കൂടുതൽ. കാരണം ഈ തെരഞ്ഞെടുപ്പോട് കൂടി ഇപ്പോൾ തന്നെ CPMന് ഒരു MLA ഇല്ല, ബംഗാളിൽ ഒരു MP ഇല്ല. ഈ വരുന്ന തെരഞ്ഞെടുപ്പോട് കൂടി ആ പാർട്ടി അവിടെ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെടും. അതാണ് കാണാൻ പോകുന്ന ചിത്രം. ത്രിപുരയിലും സമാനമായ ചിത്രം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. BJP വീണ്ടും അധികാരത്തിൽ വരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും കാണണമെങ്കിൽ ഭൂതക്കണ്ണാടിയുമായിട്ട് നടക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പോൾ ഇത് കമ്മ്യൂണിസ്റ്റുകാർ കാണേണ്ട കാര്യമാണ്, അവർ വിലയിരുത്തേണ്ട വിഷയമാണ്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഇത് തന്നെയല്ലേ ഇന്ന് കേരളത്തിൽ കാണുന്നേ. നമ്മൾ സഹകരണ ബാങ്കുകളുടെ ചരിത്രം നമ്മൾ കണ്ടു. എത്രയോ ബാങ്കുകൾ കൊള്ളയടിച്ചു, എത്ര എണ്ണം പാവപ്പെട്ടവരെ ഏതെല്ലാം വിധത്തിലാണ് കഷ്ടപ്പെടുത്തിയത്. പഴയ കാലത്ത് ബ്ലേഡ് കമ്പനിക്കാർ പറ്റിച്ചതിനേക്കാൾ ഭീകരമായിട്ട് ഈ സഹകരണ ബാങ്കുകൾ നാട്ടുകാരെ പറ്റിച്ചില്ലേ? അതിൻ്റെയൊക്കെ തലപ്പത്തി ഇരുന്നത് CPMൻ്റെ നേതാക്കന്മാരല്ലേ? അതിൻ്റെയൊക്കെ അന്വേഷണങ്ങൾ കണ്ടു. പലരും കുറെ നാളുകളോളം BJPയിലെ സഹകരണ സംഘങ്ങൾ. അപ്പോ സഹകരണ സംഘത്തിലൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഉണ്ടെങ്കിൽ അദ്ദേഹം പറയും, മറുപടി പറയും. തിരക്ക് പിടിക്കല്ലേ സുഹൃത്തെ. അല്ല, ഞാൻ പറയുന്ന തട്ടിപ്പ് നടത്തി MS കുമാറിന്റെ എങ്ങനെയാണ് മരിച്ചത്? തിരുമല അനിൽ എങ്ങനെയാണ് മരിച്ചത്? അങ്ങൊന്ന് തുടരൂ, അദ്ദേഹം പറഞ്ഞു തീർക്കട്ടെ. ഞാൻ താങ്കൾ അസഹിഷ്ണുത കാണിക്കണ്ട. താങ്കൾക്ക് അവസരം കിട്ടുമ്പോൾ താങ്കൾക്ക് മറുപടി പറയാം. ഞാനപ്പോൾ മറുപടി താങ്കൾക്ക് നൽകാം. ഞാൻ സംസാരിക്കുന്ന സമയത്ത് കയറി ഇടപെടാതിരിക്കുന്നതാണ് മര്യാദ. ഞങ്ങളൊക്കെ പാലിക്കുന്ന മര്യാദയും അതാ ചർച്ചകളിൽ. അതുകൊണ്ട് ദയവായിട്ട് അങ്ങ് ക്ഷമിക്കുക. ഞാൻ പറഞ്ഞത് സഹകരണ ബാങ്കുകൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എത്രയോ ബാങ്കുകളിൽ തട്ടിപ്പ് നടത്തി. CPMന് തന്നെ തുറന്നു പറയേണ്ടി വന്നില്ലേ സുഹൃത്തെ? ഈ തട്ടിപ്പ് അവസാനിപ്പിക്കണമെന്ന് പാർട്ടി കത്തിറക്കിയില്ലേ?
പാർട്ടി സഖാക്കന്മാരുടെ മീറ്റിംഗ് വിളിച്ചിട്ട് പറഞ്ഞില്ലേ ഈ തട്ടിപ്പുമായിട്ട് നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന്. പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ചിലർക്ക് തോന്നി, പക്ഷെ തട്ടിപ്പ് നടന്നു, കോടികൾ തട്ടിപ്പ് നടത്തി. പാവപ്പെട്ടവരുടെ വസ്തുവും ആത്മഹത്യ ചെയ്തും ആശുപത്രി പോകുമ്പോൾ ചികിത്സയ്ക്ക് പണം കൊടുക്കാൻ പറ്റാതെ വന്നതും അതിൻ്റെ പേരിൽ തെരുവിൽ അലഞ്ഞതും ഒക്കെ നമ്മൾ കണ്ടതല്ലേ. ഞാൻ ബാങ്കുകളുടെ പേരൊന്നും ഇവിടെ ആവർത്തിക്കുന്നില്ല. ഞാൻ സൂചിപ്പിച്ചത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തണോ വേണ്ടിയോ, അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ക്യൂബയിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസുകൾക്ക് ജനങ്ങൾ തീയിടുന്നുണ്ടെങ്കിൽ ആ കാലം കേരളത്തിൽ വളരെ വിദൂരത്തിലല്ല എന്നത് തിരിച്ചറിയണം സുഹൃത്തുക്കളെ. അത്രയും എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. ബാക്കി കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയാം.